ഫാക്ടേഴ്സ് നോക്കിയിട്ട് എന്നെ കൊണ്ടത് നേടാൻ പറ്റുന്നതാണോ ഞാൻ പറയാനായിട്ട് പറഞ്ഞാവുള്ളൂ. അച്ചീവബിൾ ആയിരിക്കണം. പിന്നെയോ it should bring the desired result. പലപ്പോഴും നമുക്കറിയാം സർക്കാരിന്റെ സംവിധാനങ്ങള് ആ ഒരു സെറ്റപ്പ് ഈ ഗവൺമെന്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ പോലും അതൊരു ഡിസൈഡ് ആയ റിസൾട്ട് കൊണ്ടുവരുന്നതല്ല പലപ്പോഴും. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് കഴിഞ്ഞാലും പക്ഷെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്തിട്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പിന്നെയോ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് സ്മാർട്ട് എന്നുള്ള ആശയം ഒരിക്കലും സർവീസിൽ മറക്കരുത്. സിറ്റിസൺ സെൻട്രിക് സർവീസിലാണെങ്കിലും നമ്മൾ സ്മാർട്ട് ആവണം, ജീവിതത്തിലാണെങ്കിലും സ്മാർട്ട് ആവണം. ജീവിതത്തിൽ സ്മാർട്ട് ആകുന്ന ഒരാള് ജീവിതത്തിൽ സ്മാർട്ട് ആകുന്ന ഒരാള് ഈ എല്ലാത്തിലും സ്മാർട്ട് തന്നെയായിരിക്കും. ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും എങ്ങനെയാണ് കാണുന്നത്? വീൽ ഓഫ് ലൈഫ്, ജീവിതത്തിലെ വിജയം. വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 6 കാര്യങ്ങൾ ചേർന്നതാണ്. അത് 6 മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടെ ഒഫീഷ്യൽ ലൈഫ് 6 മാത്രമേ ആകുന്നുള്ളൂ. ആ ടോട്ടൽ സക്സസ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് 6 കാര്യങ്ങളുള്ളൂ. 6 ആരക്കാലുകൾ ചേർന്ന ഒരു വീലാണ്. 6 ആരക്കാലുകൾ. ഈ 6 ആരക്കാലുകൾക്കും വില ഒരുപോലെ ആയിരിക്കണം. ഒരു വശം ദുർബലമായിട്ട് മറ്റൊരു വശം ശക്തമാക്കിയിട്ട് കാര്യമില്ല. ഏതൊക്കെയാണ്? ഒന്ന് ഇതാ ഏറ്റവും പ്രധാനപ്പെട്ടത്. സർവീസിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഫാമിലി. 6 ആരക്കാലുകളിൽ ഒന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതെന്നില്ല, ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നാം സ്ഥാനം ഒന്നാമതെന്ന് പറയുന്നത് ഫാമിലിയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ട് ഫാക്സ് എഴുതാൻ എന്റെ ക്ലർക്കിനോട് ഞാൻ പറഞ്ഞു. നേരെ അവിടെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത് അർജന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ്. വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത് കുഞ്ഞിന് അസുഖമില്ല. സാറേ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എഴുതാൻ എനിക്ക് കഴിയില്ല, എന്റെ കുഞ്ഞിന്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാമിലി. 6 ആരക്കാലുകളിൽ ഒരെണ്ണമാണ് ഫാമിലി. മറ്റത് രണ്ടാമത്തേതോ? രണ്ടാമത്തെ ആരക്കാല് ഏതാണ്? ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ പണവും പണത്തിനു വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നവും, പണവും പണത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം, അതെന്താ വരും? അതെന്ത് വരും? അതെന്താ പണത്തിന് വേണ്ടിയുള്ള പ്രയത്നം? നമ്മുടെ ജോലി. നമ്മുടെ ജോലി, പണവും പണം നേടാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നവും എന്ത് വരും? നമ്മുടെ ജോലി. എഴുതുന്നുണ്ടോ? മൂന്നാമത്തെ നിങ്ങൾക്ക് പറയാമോ? ഫിസിക്കൽ. ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പറയുക, ശാരീരികമായിട്ടുള്ള ആരോഗ്യം പെർഫോമർ ആകാൻ പറ്റുമോ? ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ് ഫിസിക്കൽ. മെന്റൽ, മാനസികമായിട്ടുള്ള ആരോഗ്യവും ഹാപ്പിനെസ്. ജീവിതം ആസ്വദിക്കാൻ കഴിയണം. മാനസിക സന്തോഷം, സംതൃപ്തി. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ രാജേഷ് കുമാര സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ആവർത്തിച്ചു. എന്താണ്